എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഗൂഗിൾ ഷീറ്റിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ നമ്മളിന്ന് പഠിക്കുന്നത് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു ടേബിൾ. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലുള്ള ടേബിൾ എന്ന് പറയുമ്പോൾ ഇതൊരു മോഡലാണ്. ഇതേ മോഡൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള രീതിയിൽ എങ്ങനെ നമുക്ക് ടേബിളുകൾ നിർമ്മിക്കാം. അപ്പോൾ അത് നിർമ്മിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ പല കാര്യങ്ങൾ പഠിക്കും. അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. രണ്ടാം ഭാഗം മാത്രമായിട്ട് ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ ഒന്നാം ഭാഗത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗം കണ്ടാൽ എങ്ങനെയാണ് ഗൂഗിൾ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുകൂടി പഠിക്കാം. അത് പഠിച്ചിട്ട് വേണം രണ്ടാമത്തെ ഭാഗത്തിൽ വരുന്നത് നല്ലതായിരിക്കും. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക്, അറിയാവുന്നവർക്ക് കുഴപ്പമില്ല. അപ്പോൾ അതാ നോക്കുക, ഇതാണ് നമ്മളിവിടെ ചെയ്തു വച്ചിരിക്കുന്ന ഷീറ്റ്. ആ ഷീറ്റിൽ ഇതൊരു മോഡൽ 1 എന്ന് ചെയ്തിരിക്കുകയാണ്. ഇതാണൊരു ടേബിള്. നമ്മൾ ഗൂഗിൾ ഷീറ്റ് എടുക്കുമ്പോൾ ആദ്യം ഇങ്ങനെയായിരിക്കും ഷീറ്റ് കാണുന്നത്. ഈ ഷീറ്റിനെ നമുക്ക് ഈ മോഡലിൽ എങ്ങനെ ആക്കി മാറ്റാം എന്നാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത്. അതിനായിട്ട് ആദ്യം നമുക്ക് വരിയായിട്ട് വിവരങ്ങൾ ടൈപ്പ് ചെയ്യുക എന്നതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത്. അതിനാദ്യം ഞാൻ കോപ്പി പേസ്റ്റാണ് തൽക്കാലം ചെയ്യുന്നത്. വരവ് ചെലവ് അത് ആദ്യത്തെ സെല്ലിലങ്ങ് പേസ്റ്റ് ചെയ്യുന്നു. വരവ് ചെലവ് ഇവിടെ. അടുത്തതായിട്ട് ക്രമനമ്പറാണ് തൊട്ട് താഴെ കൊടുക്കേണ്ടത്. അത് ഞാൻ ക്രമനമ്പർ കോപ്പി ചെയ്യുന്നു. ക്രമനമ്പർ മുതൽ ചെലവ് വരെയുള്ളത് ടൈപ്പ് ചെയ്തിടുന്നു എന്ന് വിചാരിക്കാം. ക്രമനമ്പർ 1, ചെലവ് വേറൊന്നിൽ, തുക, വരുമാനം, തുക, ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നു. ഇനി ഇത് കൂടാതെ 1, 2, 3, 4 സീരിയൽ നമ്പർ ഉണ്ട്. നമുക്ക് ചെലവ് ഐറ്റം, ആ ഉപയോഗ സാമഗ്രികൾ, ഓണറേറിയം, വിവിധ ചെലവുകൾ മുതലുള്ള ഇത്രയും വിവരങ്ങൾ കോപ്പി ചെയ്യുന്നു. അത് ചെലവിന് നേരെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യും. ഇത്രയും പേസ്റ്റ് ചെയ്തു. ഇനി വരുമാനത്തിൻ്റെ ഇനം, സബ്സ്ക്രിപ്ഷനുകൾ, ഇത്രയും കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. ഇതെല്ലാം നമ്മൾ ടൈപ്പ് ചെയ്തിടുന്നു എന്ന് വിചാരിക്കുക. ഫോർമാറ്റ് ഒന്നും ചെയ്യാതെ ടൈപ്പ് ചെയ്യുകയാണ്. ഇനി വേണ്ടത് ആകെ എന്നുള്ള ടെക്സ്റ്റ് വേണം. ആകെ എന്നുള്ള ടെക്സ്റ്റ് ഇവിടെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത്രയും വിവരങ്ങളാണ് നമുക്കിതിൽ ടേബിളിൽ ഉള്ളത്. അതായത് വരവ് ചെലവ് വിവരം ഒന്നുണ്ട്. അത് നോക്കാം. ഇതിലുള്ള എല്ലാ ടെക്സ്റ്റുകളും വന്നിട്ടുണ്ട്. ക്രമ നമ്പർ കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. അത് വേണമെങ്കിൽ ഞാനിപ്പോൾ തൽക്കാലം മാനുവലി ടൈപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓട്ടോമാറ്റിക്കലി വരുന്ന രീതിയൊക്കെ ഉണ്ട്. രണ്ടെണ്ണം ടൈപ്പ് ചെയ്തിട്ട് സ്ക്രോൾ ചെയ്യുന്ന രീതിയുണ്ട്. അത് നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള ഒരു പഠിക്കാം. ഞാനിപ്പോൾ ടൈപ്പ് ചെയ്ത് പോവുകയാണ്. ഓക്കെ, ഇതിനെ നമ്മൾ ഈ കാണുന്ന രൂപത്തിലുള്ളൊരു ടേബിളായിട്ട് അത് പ്രിൻ്റ് എടുക്കുമ്പോൾ ഇങ്ങനെ ഭംഗിയുള്ള രൂപത്തിലാക്കി മാറ്റുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിനായിട്ട് ആദ്യം നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന വിവരങ്ങളെല്ലാം മലയാളം ഫോണ്ടാണ്. പക്ഷേ മലയാളം ഫോണ്ടാണെങ്കിലും അതിൽ കാണാനൊരു ഭംഗിയുള്ള രീതിയിലല്ല ഇരിക്കുന്നത്. അതിനാദ്യം നമ്മൾ ഈ മാറ്ററിനെ മൊത്തത്തിൽ സെലക്ട് ചെയ്യും. ഈ മാറ്ററിനെ മൊത്തം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് കോളം തൊട്ടാണോ വേണ്ടത് ആ കോളം മുതൽ അവസാന കോളം വരെ കൊണ്ടുവന്നു. കുറച്ചധികം കോളം നിന്നാലും കുഴപ്പമില്ല. സെലക്ട് ചെയ്ത് നിർത്തുക. അതായത് ക്ലിക്ക് ചെയ്ത് മൗസ് ബോക്സ് പോലെ ഡ്രാഗ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഫോണ്ട് ഫോർമാറ്റിൽ നിന്നും നോട്ടോ സയൻസ് മലയാളം ക്ലിക്ക് ചെയ്യുക. ഒരു സ്റ്റാൻഡേർഡ് ഫോണ്ടാണ് നോട്ടോ സയൻസ്. നിങ്ങൾ എടുക്കുന്നതിനകത്ത് നോട്ടോ സയൻസ് ഇല്ല എങ്കിൽ മോർ ഫോണ്ടിൽ ക്ലിക്ക് ചെയ്ത് സ്ക്രിപ്റ്റിൽ മലയാളം സെലക്ട് ചെയ്യുക. ഇവിടെ നിന്നും എല്ലാ ഫോണ്ടുകളും ടിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഫോണ്ടുകൾ ഈ ലിസ്റ്റിലേക്ക് വരുന്നതാണ്. ലിസ്റ്റിൽ മലയാളം ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത്. ഇപ്പോൾ അനേക് മലയാളം വേറൊരു ഫോണ്ടാണ്. ഗായത്രി വേറൊരു ഫോണ്ടാണ്. ചിലങ്ക അത് വേറൊരു ടൈപ്പ് ഫോണ്ടാണ്. ഫോണ്ടുകൾ വ്യത്യസ്ത രീതിയിൽ നമുക്ക് കിട്ടും. അടുത്തതായിട്ട് ഫോണ്ടിൻ്റെ സൈസാണ്. നമ്മളൊരു സ്റ്റാൻഡേർഡ് സൈസ് -+, ഇതാണ് ഫോണ്ടിൻ്റെ സൈസ്. പ്ലസ് അടിച്ചാൽ 11, 12, 13. നമ്മുടെ സ്റ്റാൻഡേർഡ് സൈസ് 13ആണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഹെഡിങ് ഇവിടെ നിന്നും ഇവിടെ അവസാനിക്കുന്നതാണ് ടേബിൾ. അപ്പോൾ ഇവിടെ നിന്നും ഇവിടം വരെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മെർജ് സെൽസ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം ഒരു സെല്ലായി മാറി. A1 മുതൽ E1 വരെയുള്ളത് ഒറ്റ സെല്ലായി മാറി. അതിനെയാണ് മെർജ് സെല്ലെന്ന് പറയുന്നത്. സെല്ലിനെ ഒന്നാക്കുക. ഈ സെല്ലിനൊന്നും
ഇപ്പോൾ ഔട്ട്ലൈൻ പ്രിൻ്റ് എടുക്കുമ്പോൾ ഔട്ട്ലൈൻ കാണില്ല. ആ ഔട്ട്ലൈൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ ബോർഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഇതിനകത്ത് ഓൾ ബോർഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ അതിന് ഔട്ട്ലൈൻ വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എല്ലാ വിവരങ്ങളും സെലക്ട് ചെയ്തതിന് ശേഷം ഔട്ട്ലൈൻ കൊടുത്താൽ എല്ലാത്തിനകത്തും ഔട്ട്ലൈൻ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇനി അടുത്തതായിട്ട് അപ്പോൾ നമ്മൾ നോക്കുന്നു, വീണ്ടും പോയി നോക്കുന്നു ചിലവ് വരം. ഇത് നടുക്കായിട്ടാണ് വരുന്നത്. ചിലവ് വരം ക്ലിക്ക് ചെയ്യുന്നു, സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ മുകളിൽ അലൈൻമെൻറ്റ് ടൂൾ എടുത്തിട്ട് സെൻറ്റർ അലൈൻമെൻറ്റ് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ സെൻറ്റർ അലൈനായി. ഇനി ക്രമ നമ്പർ, അതിൻ്റെ സ്പേസ്, ആ കോളത്തിൻ്റെ സ്പേസ്, വീതി അത്രത്തോളം വേണ്ട. നമുക്കിതാ എ എന്നും ബി എന്നുമുള്ള കോളത്തിൻ്റെ നടുക്കായിട്ട് നമ്മൾ മൗസ് കൊണ്ടുവരുമ്പോൾ ഡ്രാഗ് ചെയ്യാനൊരു ഓപ്ഷൻ ഇവിടെ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചാൽ സൈസ് കുറയും. ചിലവ്, അതിൻ്റെ സൈസ് കുറച്ചുകൂടി കൂടണമെങ്കിൽ കണ്ടോ, വരുമാനം സൈസ് കൂടണമെങ്കിൽ. അപ്പോൾ ഇങ്ങനെ നമുക്ക് കോളത്തിൻ്റെ സൈസ് കൂട്ടാം. ഇനി ഓട്ടോമാറ്റിക്കായിട്ട് ഫിറ്റ് ചെയ്യുന്ന രീതിയുണ്ട്, അതൊക്കെ അഡ്വാൻസിനകത്ത് ഞാൻ പറഞ്ഞുതരാം. ഇനി റോകളുടെ വിവരങ്ങൾ, ഹൈറ്റ് കൂട്ടുന്നത്, ഈ 2 റോകൾ തമ്മിലുള്ള സ്പേസ് കൂട്ടാനായിട്ട് ആ റോ ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും സ്പേസ് കൂടി. ഇനി നമ്മൾ ഓരോ റോയും 3 മുതൽ 15 വരെയുള്ള റോകൾ ആ റോയുടെ പേരിനകത്ത്, റോയുടെ പേരെന്ന് പറയുമ്പോൾ 3, 4, 5, 6 എന്ന് തുടങ്ങുന്ന ആ നമ്പറിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു റോയിൽ ക്ലിക്ക് ചെയ്ത് ഒരല്പ സ്പേസ് കൂട്ടിയാൽ ആ സെലക്ട് ചെയ്ത എല്ലാ റോയ്ക്കും ഒരേപോലെ ഹൈറ്റ് കൂടുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വ്യത്യാസമെന്ന്. ഇനി പ്രധാനമായിട്ട് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഇപ്പോൾ ആകെ എന്നുള്ളത് ഏറ്റവും താഴെയായി വന്നു. അതേപോലെ വരവ് ചിലവ് കുറച്ചുകൂടി ഹൈറ്റ് കൂട്ടാം. അപ്പോൾ അതും അങ്ങ് താഴെയായി വന്നു. നമ്മൾ നമ്മുടെ മോഡൽ എടുത്ത് നോക്കുമ്പോൾ അതൊക്കെ സെൻറ്റർ അലൈനായിട്ടാണ് കാണുന്നത്. എങ്കിൽ നമുക്ക് മൊത്തത്തിൽ തന്നെ ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഈ അലൈൻമെൻറ്റ്, ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ് ഇങ്ങനെയുള്ള ഒരു ഓപ്ഷനുണ്ട്. ഇതിൻ്റെ തൊട്ട് വലത് ഭാഗത്തായിട്ട് വെർട്ടിക്കൽ അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതിൽ സെൻറ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ടെക്സ്റ്റുകളും സെൻറ്റർ അലൈൻമെൻ്റ് ആവും. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന എല്ലാം അത് നോക്കൂ, അതും സെൻറ്ററായി. സെൻറ്റർ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ അലൈൻമെൻറ്റാണ്. ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ് എന്ത് ചെയ്യണമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക, സെൻറ്ററായി. ഇവിടെയും ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെൻറ്റർ കൊടുത്ത ഒരു പ്രശ്നമുള്ളത്, എന്നുള്ളതിന് ഇടയ്ക്കൊരു കോളത്തിൻ്റെ ബൗണ്ടറി ഉണ്ട്. അപ്പോൾ നമ്മളിത് രണ്ടും കൂടി സെലക്ട് ചെയ്യുന്നു, മെർജ് കൊടുക്കുന്നു, എന്നിട്ട് സെൻറ്റർ അലൈൻമെൻറ്റ് കൊടുക്കുന്നു. അപ്പോൾ സെൻറ്ററായി. ഇവിടെ നമ്പർ സെൻറ്റർ അലൈൻമെൻറ്റ് വരണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക, സെൻറ്റർ അലൈൻമെൻറ്റ് കൊടുക്കുക. ഇനി തുക നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്നു, 4500 രൂപ ടൈപ്പ് ചെയ്യുന്നു. പക്ഷേ നമ്മൾ നേരത്തെ ഇവിടെ കണ്ടപ്പോൾ ഇതിവിടെ ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് നമ്മളൊരു തുക ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ്. ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി തുക അവിടെ ടോട്ടൽ വരും. ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ വീണ്ടും അത് ആഡ് ചെയ്ത് വരും. ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് സം വരുന്നുണ്ട്, തുക വരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ സം എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. ഗൂഗിൾ ഷീറ്റിലെ ബേസിക് ഫംഗ്ഷനാണ് സം. ആ ഫംഗ്ഷൻ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് നോക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സെല്ലിൽ ഫംഗ്ഷൻ വെച്ച് സം വരണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഏത് ഫംഗ്ഷനും എഴുതി തുടങ്ങുന്നത് സമചിഹ്നമാണ്. ഏതൊരു സെല്ലിലെയും വാല്യൂ അത് ഫംഗ്ഷനാണ് നമ്മൾ എഴുതാൻ പോകുന്നത് എന്ന് സിസ്റ്റത്തിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനും ഉള്ള പ്രധാനപ്പെട്ട ഒരു സിമ്പലാണ്, ഒരു റെഫറൻസ് ആണ് ഈക്വൽ സൈൻ. എന്നിട്ട് സം എന്ന് ടൈപ്പ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് മുന്നിൽ കുറേ സമ്മിൻ്റെ ഫംഗ്ഷനുകൾ വരും. അപ്പോൾ നമ്മൾ സം എന്ന് ടൈപ്പ് ചെയ്യുന്നു, സമ്മിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ വാല്യൂ 1, 2, 3 എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എവിടം തൊട്ട് എവിടം വരെയാണ് സം വരേണ്ടത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എൻ്റർ കീ പ്രസ് ചെയ്താൽ മതി. ഇപ്പോൾ കുറച്ച് അഡ്വാൻസ്ഡ് ആണ് ഗൂഗിൾ ഷീറ്റ് എന്ന് പറയുന്നത്, അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അത് എടുത്തോളൂ. അതുപോലെ ഇവിടെയും ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ എന്നുള്ളത് ഇവിടെ കോപ്പി ചെയ്തു, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് ചേർത്താം. സെൻറ്റർ അലൈൻമെൻറ്റ് കൊടുക്കുക.
കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കാരണം ഇവിടെ ആകെ ഉണ്ട് കോമൺ ആയിട്ട്. ഇവിടെയും സമ്മ് ഇസ് ഈക്വൽ ടു സം. ക്ലിക്ക് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ആ കൊടുത്ത ഫംഗ്ഷനുകൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഫംഗ്ഷൻ ബോക്സിനകത്ത് കാണാൻ പറ്റും ഫോർമുല ബാറിൽ. E3 മുതൽ E15 വരെയുള്ളതിൻ്റെ തുകയാണ്. ഇനി നമ്മൾ ടൈപ്പ് ചെയ്ത് നോക്കൂ. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരും. ഓണർ ഏരിയ 6000. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കൂടെ പൂട്ടി വന്നു. കണ്ടോ? ഇതാണ് ഇതിൻ്റെ രീതി. ഇനി വരവ് ചെലവ് വിവരം, ക്രമനമ്പർ, ചെലവ്, തുക, വരുമാനം, തുക മറ്റുള്ളവയിൽ നിന്നും തിരിച്ചറിയണം. അത് സെലക്ട് ചെയ്യുന്നു, ബോൾഡ് കൊടുക്കും, അത് കുറച്ച് കട്ട് ചെയ്യും. ഏറ്റവും താഴെയുള്ളതിനെയും സെലക്ട് ചെയ്യുന്നു, ബോൾഡ് കൊടുക്കും, അതും കുറച്ച് കട്ട് ചെയ്യും. ഇനി നമുക്ക് വേണ്ടത് കളറിങ് കൊടുക്കുക എന്നുള്ളതാണ്. അത് നോക്കൂ, ഇവിടെ വന്നിരിക്കുന്ന ഒരു കളറ്, ഇവിടെ വേറൊരു കളർ വന്നു. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നു, ഏതാണോ പ്രത്യേകം കളർ കൊടുക്കേണ്ടത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെയാണ് ഫിൽ കളർ എന്ന് പറയുന്ന ഓപ്ഷൻ. ഈ മൗസ് കാണിക്കുന്ന ഭാഗത്ത് ഫിൽ കളറിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഏറ്റവും താഴെയും വന്നതിന് ശേഷം സെലക്ട് ചെയ്യുന്നു, ഇഷ്ടമുള്ള കളർ കൊടുക്കുന്നു. അകത്തൊക്കെ വേറൊരു കളർ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ടേബിൾ, ഇപ്പോൾ അടുത്ത ടേബിളിന് രണ്ടിനും വീതി കുറവാണ്. വീതി കൂട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. കണ്ടോ? അപ്പോൾ വീതി കൂട്ടുന്നതും കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേറെ ഉണ്ട്. അതൊക്കെ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് ഇവിടെ വരുമാനത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഒരാൾക്ക് എങ്ങനെയാണ് ഒരു ടേബിൾ നിർമ്മിക്കുന്നത് എന്ന് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു സംവിധാനങ്ങൾ. ഉദാഹരണത്തിന് 2 സെല്ലുകൾ തമ്മിൽ മർജ് ചെയ്യുക, ഒരു സെല്ലിൻ്റെ ബോർഡർ കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം വിശദീകരിച്ച് ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതേപോലെയുള്ള ടേബിളുകൾ നിങ്ങൾ സ്വന്തമായിട്ട് പല രീതിയിലുള്ളത് നിങ്ങളുടേതായിട്ടുള്ള ഐഡിയയിലും ഉണ്ടാക്കി പഠിക്കാം. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ ഞാൻ 3 ദിവസം കൂടുമ്പോൾ വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ചില തിരക്കുകൾ കൊണ്ട് 3 ദിവസം കൂടുമ്പോൾ ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും പരമാവധി വീണ്ടും അടുത്ത വീഡിയോ ഒരു 3-4 ദിവസത്തിനകത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.